ലോകം അടക്കി ഭരിക്കാൻ ഉള്ള യത്നത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്ന വെനിസ്വേല അതങ്ങ് പിടിച്ചടക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റിനെ മഡൂറോ അയാളെയും ഭാര്യയും കൂടെ കണ്ണും കെട്ടി അവരെ വിലങ്ങും അണിയിപ്പിച്ച് അവരെ കൊണ്ടുപോയി, അങ്ങ് അമേരിക്കയിലേക്കും കൊണ്ടുപോയി. തട്ടിക്കൊണ്ടുപോയതാണ്, ഒരു രാജ്യത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ട്രംപുമായിട്ട് അവിടുത്തെ മറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്ത് പ്രസിഡന്റ് ഒഴികെയുള്ളവർക്കെല്ലാം ഒരു ധാരണയുണ്ട് തമ്മിൽ. ആ ധാരണയുടെ പുറത്താണ് ഈ കൊണ്ടുപോയേക്കുന്നത്. അല്ലാതെ അങ്ങനെ ഒരു രാജ്യത്ത് കയറി പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? അപ്പോൾ അതിനകത്ത് കാണേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എതിർപ്പും ഉണ്ടായില്ല എന്നുള്ളതാണ്. അവിടുത്തെ ഒരു പ്രതിരോധ സംവിധാനങ്ങളും ഇതിനെ എതിർത്തില്ല, ഇയാളെ പിടിച്ചുകൊണ്ട് പോയിക്കോട്ടെ എന്നുള്ള ധാരണയിലായിരുന്നു. ഏതായാലും പിടിച്ചുകൊണ്ട് പോയി. ഇനിയിപ്പം അയാൾ യു എസിൻ്റെ ലോ അനുസരിച്ച് അവിടുത്തെ നിയമം അനുസരിച്ച് ഉള്ള വിചാരണ നേരിടണം. അതിന് പറയുന്ന അലിഗേഷൻ എന്ന് പറയുന്ന ഇയാൾ ഈ അമേരിക്കയിലേക്കൊക്കെ ധാരാളം മയക്കുമരുന്ന് കടത്ത സംഘങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു മയക്കുമരുന്ന് കടത്തി എന്നുള്ളതാണ്. ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ ഒരാളെ. ഇപ്പോൾ ഇയാളെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് ഇനി തെളിവുണ്ടാക്കാൻ നടക്കും. അതാണ് ഇപ്പോഴത്തെ പരിപാടി. ഒരാളെ ഇതേപോലെ ഈ ട്രംപിന് തോന്നിയാൽ അങ്ങ് പുള്ളി കുത്തും, ഒരു തട്ടിക്കൊണ്ടുപോവാണ്. ഓരോ രാജ്യത്തെ പ്രസിഡന്റിനെയൊക്കെ എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് എന്താണെന്നറിയോ, ഇത് കാര്യം അതൊന്നുമല്ല. വെനസ്വേലയുടെ എണ്ണ അത് ഏറ്റവും നല്ല ക്രൂഡ് കിട്ടുന്നതാണ്. വെനസ്വേലയിൽ വളരെ ഹൈ ക്വാളിറ്റി ക്രൂഡാണ്. അത് 30 ദശലക്ഷം ബാരൽ മുതൽ 50 ദശലക്ഷം ബാരൽ വരെയുള്ള എണ്ണ ഇപ്പോൾ ഉടനെ കിട്ടും. അത് നല്ല വിലയ്ക്ക്, അതായത് മിതമായ വിലയ്ക്ക് അമേരിക്കക്കാർക്ക് കൊടുക്കാം എന്നുള്ളൊരു വാഗ്ദാനമാണ്. കാരണം ഈ എണ്ണയാണ് പ്രശ്നം. ഏറ്റവും കൂടുതൽ ഓയിൽ റിച്ച് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. 18% മൊത്തം എണ്ണ ഉൽപ്പാദനത്തിൻ്റെ 18% വരുന്നത് വെനസ്വേലയിലാണ് ഉള്ളത്. അപ്പോൾ ആ രാജ്യം അങ്ങ് പിടിച്ചടക്കി കഴിഞ്ഞാൽ വളരെ, അതായത് അത്രയും റിച്ചായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതങ്ങ് പിടിച്ച് അടക്കി കഴിഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ. ഇനി ഇത് മാത്രമല്ല, ഇനി അടുത്തതായിട്ട് പറഞ്ഞേക്കുന്നത് എന്തെന്നറിയോ, ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. അതൊരു വലിയ ഐലൻഡാണ്. അത് ഈ ഡെൻമാർക്കിൻ്റെ കയ്യിലാണത്. ഡെൻമാർക്കിൻ്റെ വകയാണ് ആ ഐലൻഡ്. ഡെൻമാർക്കിൻ്റെ ഭരണത്തിന് കീഴിലുള്ളതാണ്. ഇനി അത് ഉടനടി അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കണം എന്നുള്ള ഒരു അന്ത്യശാസനം കൂടെ ട്രംപ് കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം യൂറോപ്പിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഡെൻമാർക്ക്. അപ്പോൾ അവിടെ കയറി കളിക്കാൻ പോയി കഴിഞ്ഞാൽ കൈ പൊള്ളും. അത് ഒരു വലിയ പ്രശ്നത്തെ കലാശിക്കും. ബാക്കിയെടുത്ത കളി എല്ലാം കളിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇതല്ല, ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം പനാമ കനാൽ. ഇനി അതിലേക്കാണ് നോട്ടമുള്ളത്. പനാമ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമാണ്, അവരുടെയാണ് പനാമ കനാൽ. ഈ പനാമ കനാലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് കപ്പൽ അതിലേക്കൂടെ പാസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം 2 തട്ടിൽ ഉള്ളതിന് വെള്ളം നിറച്ച് കപ്പൽ കയറ്റി അത് എന്നിട്ട് അപ്പുറത്ത് ചെല്ലുമ്പം വെള്ളം ഇറക്കി കപ്പൽ താഴെ ഇറക്കും. ആ രീതിയാണ് അത്. അതിലേക്കൂടെ പാസ് ചെയ്ത് പോകുന്നതിന് വലിയ ഭീമമായ തുകയാണ് കപ്പലുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ അമേരിക്കയുടെ കപ്പലുകളാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്കും അമേരിക്കയിൽ നിന്ന് പോകേണ്ടതുമുള്ളതായിട്ടുള്ള കപ്പലുകളാണ് ഏറ്റവും കൂടുതൽ പനാമയിലൂടെ പോകുന്നതെന്നും അതിൻ്റെ ഫീസ് കുറച്ചില്ലെങ്കിൽ പനാമ കനാലിഞ്ഞ് വീണ്ടെടുക്കും എന്നും ആണ് ട്രംപിൻ്റെ അടുത്ത ഭീഷണി. ഈ പനാമയ്ക്ക് സ്വന്തമായിട്ട് പട്ടാളക്കാർ പോലും ഉള്ള ഒരു രാജ്യമല്ല, മിലിറ്ററി ഇല്ല അവർക്ക്. അപ്പോൾ ഈ ഭീഷണിയൊക്കെ വെച്ചുകൊണ്ട് ഇത് ഒന്ന് പിടിച്ചടക്കി കഴിഞ്ഞാൽ, എടുത്തു കഴിഞ്ഞാൽ അതും ആവും. അങ്ങനെ ഈ ലോകത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ഒരുക്കത്തിലേക്ക് നീങ്ങുകയാണ്. എന്നിട്ട് പറഞ്ഞു, വളരെ മോശമായ ഒരു രീതിയാണ്, പദപ്രയോഗങ്ങളൊക്കെയാണ് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയെക്കുറിച്ച്, ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് ട്രംപ് പറഞ്ഞത്. മോദി എന്നെ വിളിച്ച സാർ ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ എന്ന്, അയാളെ സാറെന്ന് വിളിച്ചെന്ന്, സാറ് ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ സാർ എന്ന് അനുവാദം ചോദിച്ചു. അങ്ങനെ പോയി കണ്ടെന്ന്. ഈ വർത്തമാനമൊക്കെയാണ് പറയുന്നത്. എന്ത് വികലമായ രീതിയിലാണ് അവർ പെരുമാറുന്നതെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. എന്നിട്ട് മോദി സന്തുഷ്ടനല്ല, പക്ഷേ എന്നെ സന്തോഷിപ്പിക്കണം എന്നുള്ളത് മോദിക്കറിയാം. ഇതൊക്കെയാണ് വർത്തമാനം. എന്നെ സന്തോഷിപ്പിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന വർത്തമാനം. ഇല്ലെങ്കിൽ ഇവിടെ ഏതാണ്ടെങ്കിൽ ചെയ്ത് കളയുന്നതാണ്. ഇനി 500
മടങ്ങായിട്ട്, അതായത് റഷ്യയിൽ നിന്നുള്ള എണ്ണ വായ്പ് ഗണ്യമായിട്ട് ഇന്ത്യ കുറച്ചു എന്ന് ഇയാൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ആ കുറച്ചു, ഇനിയും അത് വീണ്ടും കുറച്ചില്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കളയും ഇങ്ങനെ ചെയ്ത് കളയുമെന്നാണ് ഈ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വർത്തമാനമൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വിവരക്കേട് വിളിച്ച് പറയുകയാണ്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഈ ആക്ഷേപിക്കുന്നത്. അതൊക്കെ നമുക്ക് വളരെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ. കാരണം നമ്മളെപ്പോലുള്ള ഒരു രാജ്യത്തെ, ഇന്ത്യ പോലുള്ള പരമാധികാരമുള്ള ഒരു വലിയ രാജ്യത്തെ, ആ അവിടുത്തെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നമ്മുടെ നേതാവിനെ, നമ്മുടെ പ്രധാനമന്ത്രിയെ ആണ് ഈ രീതിയിൽ ആക്ഷേപിക്കുന്നത്. അയാളെ സാറെന്ന് വിളിച്ചെന്നും അയാളെ അവിടെ പോയി കിടക്കുകയാണെന്നുള്ളതും ഇനി 500 മടങ്ങായിട്ട് അങ്ങ് വർദ്ധിപ്പിക്കുമെന്നും അവിടുത്തെ ചുങ്കം, ഇറക്കുമതി ചുങ്കം, അവരുമായിട്ട് ബിസിനസ് ഇല്ലയെന്ന് വരും. പിന്നെ അതല്ല ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ലല്ലോ. അമേരിക്ക അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളുണ്ട് ഇന്ത്യക്ക് ബിസിനസ് നടത്താവുന്നത്. അപ്പോൾ ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ അങ്ങ് നാക്കിന് എല്ലില്ലാതെ അങ്ങ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാളാണ് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം വാങ്ങിക്കാൻ പോയത്. ഒരു രാജ്യത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി തടവി പറപ്പിച്ചുകൊണ്ടാണ് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം. മാടരിപ്രാവല്ലേ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കിട്ടാൻ. എന്ത് പറയാനാ ഇങ്ങനെയുള്ളവന്മാരുടെ കാര്യമൊക്കെ എന്താ പറയുന്നത് നമ്മൾ. ഇത് ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യത്തും കയറി ഇടപെടാനുള്ള മാർഗങ്ങളാണ്. അതുപോലെ ഓരോ രാജ്യത്തിനെയും ആഭ്യന്തര കാര്യങ്ങളിൽ കൈയിടും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറും വൃത്തികേടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പറയാതിരിക്കാൻ നിർവാഹമില്ല. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാനിലൊക്കെ വളരെ ആഭ്യന്തര കലഹം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പടർന്ന് പിടിച്ചേക്കുകയാണ്. അവിടുന്ന് ആയത്തുള്ള ഖൊമേനി പോലും അവിടുന്ന് മിക്കവാറും രക്ഷപ്പെടേണ്ട സാഹചര്യമാണെന്നാണ് പറയപ്പെടുന്നതും മനസ്സിലാക്കുന്നതും. അതൊക്കെ പല രാജ്യങ്ങളിലും ഇതുപോലെ അശാന്തി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇനി ഇറാനിൽ കയറി ഇടപെടുന്നതിനെക്കുറിച്ച് ആലോചിക്കും. അവിടുത്തെ ആഭ്യന്തര കല അത് അടിച്ചമർത്താൻ പോയി കഴിഞ്ഞാൽ അത് കയറി ഇടപെടുമെന്നാണ് പറഞ്ഞേക്കുന്നത് ട്രംപ്. എവിടെയൊക്കെ ഇടപെടും പോയി? ലോകം മുഴുവൻ കയറി ഇടപെടാൻ പറ്റുമോ? ഇടപെട്ട അവസാനം അയാൾക്ക് ഇരിക്കാൻ വയ്യാതെ വരും. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. വളരെ ബുദ്ധിമുട്ട് ആ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടാവും, ഒരു സംശയവും വേണ്ട. അമേരിക്കൻ ജനതയ്ക്കുണ്ടാവും. കാര്യം ഇതുപോലുള്ള ഇടപാടുമായിട്ട് അങ്ങോട്ട് നടക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് പിടിച്ചു പറിച്ച് ഇതുപോലെ ഇത് കൊള്ളയല്ലേ നടത്തുന്നത്. ഇപ്പോൾ വെനസ്വേലയിൽ നിന്ന് എണ്ണ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സോടുകൂടി കൊടുക്കുന്നതല്ലല്ലോ, അവിടുന്ന് അത് പിടിച്ചു പറിക്കല്ലേ, പിടിച്ചു വാങ്ങുകയാണ്. അപ്പം അവിടുത്തെ പ്രതിപക്ഷം ഒക്കെ യഥാർത്ഥത്തിൽ അകത്ത് കിടക്കുമ്പോൾ ഇത് നമ്മൾ അവർ ഇതിനെ അനുകൂലിക്കുകയാണ്. ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് എന്തെന്നറിയോ? ഒരു ശത്രുവിനെ, അതായത് നമ്മുടെ ശത്രുക്കളെ ഒതുക്കാനായിട്ട് ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് അയാളത് കയ്യിലിരിക്കട്ടെ എന്ന് പറയുന്നു. അയാൾ ഇറങ്ങിപ്പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം അതാണ് നടക്കാൻ പോകുന്നത്. അധിനിവേശങ്ങൾ നമ്മൾ ഒരുപാട് കാണുകയാണ്. ഇപ്പോൾ അധിനിവേശം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാണുന്നു. വെനസ്വേലയിലേക്കുള്ള അധിനിവേശം നമ്മൾ കണ്ടു. ഇനി ഗ്രീൻലാൻഡിലേക്ക് അത് വേണം എന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. പക്ഷേ അത് നടക്കാൻ സാധ്യത വളരെ കുറവാണ്, ബുദ്ധിമുട്ടുമാണ്. പിന്നെ അത് കാരണം യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾ അടങ്ങിയിരിക്കത്തില്ല. കാരണം നാറ്റോയുടെ ഭാഗമാണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ? ഇനി പനാമ കനാലാണ്. അവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത പോലെ ഒരു ചെറിയ രാജ്യം, സ്വന്തമായിട്ട് മിലിറ്ററി പോലും ഇല്ല. അവരെന്ത് ചെയ്യും? അത് ഇയാൾ അങ്ങ് തിരിച്ചെടുക്കാൻ ഇയാളുടെ വകയൊന്നും അല്ലത്. ആ രാജ്യം എന്ന് പറയുന്ന വേറൊരു സ്വതന്ത്ര രാജ്യമാണ്. ആ പനാമയുടെ ആ മുതൽ പിടിച്ചു പറിക്കാനുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പം മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അശാന്തിയുടെ ദിനങ്ങളാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ.